വെൽക്കം ബാക്ക് ടു തത്തുമൈസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തി, അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഈ ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ടേൺ എടുക്കുന്നൊരു സമയമാണ്. ന്യൂ മൂണിന് ശേഷം നിൽക്കുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ 2-2 പോർട്ടലിന് മുൻപ് ഉള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരു റീയൂണിയനും സെപ്പറേഷനും ഒക്കെ ഒരേപോലെ സാധ്യതകൾ തുറന്നു വരുന്നൊരു സമയമാണ്. എന്താണ് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റീഡിങ് ചെയ്യുന്നത്. ഇത് ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്, കളക്റ്റീവ് ആയിട്ടുള്ള റീഡിംഗ് ആണ്, കൂടാതെ ജെന്റൽനെസ് റീഡിംഗ് ആണ്. അടുത്ത ന്യൂ മൂൺ വരെ ആയിരിക്കും നിങ്ങൾക്ക് ഇത് റെസനേറ്റഡ് ആവുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ വ്യക്തിയുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ ആൻഡ് കറണ്ട് ഫീലിങ്സ് ടുവേർഡ്സ് യു. ഓക്കെ, okay, the Hermit, Seven of Wands, Wheel of Fortune, the Lovers. Okay, the Strength, Ten of Pentacles, ബോട്ടം എനർജി ദ സൺ ആണ്. നമുക്ക് ക്ലാരിഫിക്കേഷൻസ് കൂടെ എടുക്കാം. Knight of Swords, Nine of Sword, okay, the World, Knight of Wands, Two of Swords, Swords energy, Nine of Cups, okay, and ഫ്യൂച്ചറിൽ ഈ ഒരു എനർജി എന്താണ് എന്നുള്ളതും കൂടെ നമുക്ക് എടുക്കാം. ഞാൻ ഓക്കെ 2 കാർഡ്സ് എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് അവസാനം നോക്കാം. ഇവിടെ വയ്ക്കാം. ആൻഡ് ബോട്ടം എനർജി നമുക്കിവിടെ സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സ്ട്രെങ്ത് നമുക്കിവിടെ 2 തവണ വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സമയം നിങ്ങളുടെ ഒരു കണക്ഷനെ കുറിച്ച് കൂടുതൽ യൂണിവേഴ്സ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അവർ എന്തായിരുന്നു ഇതിനെക്കുറിച്ച് വിചാരിച്ചു വെച്ചിരുന്നത് എന്നതിൽ നിന്നും വിഭിന്നമായിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്നും ആഴത്തിൽ ഡെപ്തിൽ കുറേ കൂടെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് അവരുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്, പക്ഷെ അവരത്ര കാര്യമാക്കാത്ത പല കാര്യങ്ങളും അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ഒരു റഷ് ഓഫ് തോട്ട്സ് നിങ്ങളെക്കുറിച്ച് അവർക്ക് ഡെഫിനറ്റ്ലി ഈ സമയം ഉണ്ടാവുന്നുണ്ട്. അവരെത്ര തന്നെ ഒരു ബൗണ്ടറി വെച്ച്, അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ആഗ്രഹമില്ല, താല്പര്യമില്ല എന്ന് വിചാരിച്ചാൽ പോലും അവർക്കത് ഭയങ്കരമായ ഒരു പെയിൻ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇവരിത് തിരിച്ചറിയുന്നില്ല. ഇവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് അല്ല ഇവരുടെ പ്രശ്നം. ഇവരൊരു പ്രോപ്പർ ആക്ഷൻ എടുക്കാത്തതാണ് ഇവരുടെ പ്രശ്നം എന്നുള്ളത് ഇവർ തിരിച്ചറിയുന്നില്ല എന്നതാണ് സത്യമായിട്ടുള്ള കാര്യം. പക്ഷെ
നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നിങ്ങളാണ് ഇവരുടെ സ്വസ്ഥത ഇല്ലാതാക്കുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് പ്രശ്നമാകുന്നത് എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു തോട്ടിന് ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും അവരത് അത്ര കണ്ട് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പൂർണ്ണമായിട്ട് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിന് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളത് ഇവർക്ക് അഡ്മിറ്റ് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ ഇവിടെ നമുക്ക് സ്ട്രെങ്ത് കണ്ടിട്ടുണ്ട്. സ്ട്രെങ്ത് കാർഡ് 2 തവണ വന്നിട്ടുണ്ട്. അതായത് വേറെ ഒരു വ്യക്തികളോടും ഇവർ ഇത്രയും ക്ഷമിച്ചിട്ടുണ്ടാവില്ല. വേറെ ഒരു വ്യക്തികളുടെ അടുത്തും ഇവർ ഈ പേഷ്യൻസോട് കൂടിയിട്ട് നിന്ന് റിസോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വന്ന് പോയി കഴിഞ്ഞാലും പിന്നീട് ഇവർ തിരിച്ച് വന്ന് പാച്ചപ്പ് ചെയ്യാനും ഒന്നും ഇവർ ശ്രമിക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷെ നിങ്ങളുടെ അടുത്ത് അവരത് ചെയ്യുന്നുണ്ട്. അവർക്ക് എത്ര വിചാരിച്ചിട്ടും അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവരത് തിരികെ നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. അത് അത്രയും ഡെപ്തിൽ ഇവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നതിൽ പോലും തെറ്റ് കാണുന്നില്ല. എന്തുകൊണ്ടാണ് അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞത്? കാരണം ഒരു മുൻ ജന്മത്തിൽ നിന്ന് വന്നിരിക്കുന്ന ബന്ധമാണിത്. നമുക്ക് ബോട്ടം എനർജി ഇവിടെ വന്നത് സൺ എനർജിയാണിത്. സോൾമേറ്റ് കണക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം നിങ്ങളുടെ മുൻജന്മങ്ങളിൽ ഏതോ ജന്മങ്ങളിൽ നിങ്ങൾക്ക് പരിചയമുള്ളവരാണ്, നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിയവരാണ്, അടുത്ത് ഇടപഴകിയവരാണ്. പക്ഷെ ആ ഒരു മെമ്മറി നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ല. എന്നാൽ നിങ്ങൾക്ക് ഇവരെ ആദ്യമായി കണ്ട സമയത്ത് തന്നെ ഒരു സ്പാർക്ക് ഉണ്ടായ ബന്ധമായിരിക്കാം ഇത്. അതല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് സ്പാർക്കിനും ഉപരിയായിട്ട് 2 രീതിയിൽ നമുക്ക് ഒരാളെ കാണുമ്പം ആദ്യമായി കാണുമ്പോഴും ആദ്യമായിട്ടല്ല കാണുന്നത്, ഇവരുമായിട്ട് മുൻപ് എന്തോ ഒരു ബന്ധമുണ്ട്, അതിൽ ഇവരെത്ര പ്രശ്നക്കാരാണെന്ന് തോന്നുന്ന എനർജിയും ഉണ്ട് ചിലവർക്കിവിടെ. അത് നിങ്ങൾ തമ്മിലുള്ള പാസ്റ്റിലെ കണക്ഷനെ ബേസ് ചെയ്തിട്ട് 2 രീതിയിലും ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം 2 ഓഫ് സ്വാർഡ്സും വന്നിട്ടുണ്ട്, 9 ഓഫ് സ്വാർഡ്സും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പാസ്റ്റ് ലൈഫിലും ഈഗോ ക്ലാഷ് കാരണം ആയിരിക്കാം, സാഹചര്യങ്ങൾ കാരണമായിരിക്കും. പക്ഷെ സാഹചര്യത്തിനെക്കാട്ടിലും ഉപരിയായിട്ട് ഇവിടെ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഇഷ്യൂസ് ശരിക്കും ക്രിയേറ്റ് ചെയ്ത് സെപ്പറേറ്റഡ് ആയവരാണ്. അപ്പം ഈ ലവേഴ്സ് കാർഡും സണ്ണും ഒന്നിച്ച് വന്നിരിക്കുന്നത് സോൾമേറ്റ് കണക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയുമ്പോൾ അതൊരു റൊമാൻറ്റിക് കണക്ഷൻ തന്നെയുമാണ്. ഈ ഒരു ലൈഫ് ടൈമിൽ ഇവർക്ക് 2 സാഹചര്യത്തിൻ്റെ ഇടയിൽ നിൽക്കേണ്ട അവസ്ഥയുണ്ട്. അതിലൊരു സാഹചര്യം നിങ്ങളാണ്, മറു സൈഡിലുള്ള സാഹചര്യം നിങ്ങളെപ്പോലെ തന്നെ അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത എന്തോ ഒരു സാഹചര്യമാണ്. എന്നാൽ അവർക്ക് ഈ ഒരു സമയം നിങ്ങളിലേക്ക് ഓടി വരണം എന്ന് തന്നെയാണ് മനസ്സുകൊണ്ട് അവരത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ റിയാലിറ്റിയിൽ അവർക്കത് ലഭിക്കുന്നില്ല. അതിന് ഒരുപാട് തടസ്സങ്ങൾ ഉള്ളതിൽ ഒരെണ്ണം അവരുടെ തന്നെ ലൈഫ് സിറ്റുവേഷൻസ് ആണ്. അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പാസ്റ്റ് ലൈഫ് കർമ്മകളിൽ കൂടെ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ ഒരു ടൈം പീരീഡ് തന്നെയാണ്. അവരൊരുപാട് ലെസൺസ് പഠിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഒരു ലേണിംഗ് എന്ന് പറയുന്നത് ഭയങ്കര സ്ലോ ആണ്. അതായത് ഇപ്പം നിങ്ങളൊരു സ്പിരിച്വൽ ജേർണിയിൽ വന്നിട്ട് നിങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടായതിൻ്റെ ഒരു പകുതി സ്പീഡ് പോലും ഇല്ല ഇവർ ലെസൺസ് മനസ്സിലാക്കാൻ. കാരണം അതിന് പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ ഈഗോ തന്നെയാണ്. അൾട്ടിമേറ്റ്ലി ഇവർ കേപ്പബിളായിട്ടുള്ള വ്യക്തികളും ലൈഫിൽ സക്സസ് വേണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് മാസ്കുലൈൻ എനർജി കൂടുതൽ ഉള്ള വ്യക്തികളുമാണ്. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ സൈഡിനാണ് ഇവർ പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത്. അത് ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി ഒരു ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും അവരുടെ ഉള്ളിലുള്ള എനർജി മോർ ഓൺ എ പ്രാക്ടിക്കൽ സൈഡ്. എന്നാൽ അവർക്ക് തന്നെ എവിടെയൊക്കെയോ അറിയുകയും ചെയ്യാം നിങ്ങളാണ് അവരുടെ വിഷ് ഫുൾഫിൽമെൻറ്റ്. നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് ലഭിക്കുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് ആക്ച്വലി അവർക്ക് വേറൊരാളിൽ നിന്നും കിട്ടില്ല. അവർക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് തന്നെ ഒരു വെർത്ത് തോന്നുകയാണ്. അവിടെ നിന്നാണ് അവർക്ക് ആ കോൺഫിഡൻസ് ഉണ്ടാവുന്നത്. അവർക്ക് ലൈഫിൽ മുന്നോട്ട് പോകാനുള്ളൊരു ഹോപ്പ് അതവർക്ക് ഉണ്ടാകുന്നുണ്ട്. ഹോപ്പ് എന്ന് പറയുന്നതിലും ഉപരിയായിട്ട് അവർക്ക് ആ സേഫ്റ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യാണ്. യെസ്, ഐ എം സേഫ്, ഇനി എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാം എന്നുള്ള ഒരു സെക്യൂർ ഫീൽ അവർക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അവർ
എഗ്രി ചെയ്യില്ല, അവർ അംഗീകരിച്ച് തരില്ല, അവരവരോട് സ്വയം അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഇന്നയല്ലേ നിങ്ങളോട് അംഗീകരിക്കുന്നത്. അവർക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടെന്ന് അറിയാം, നിങ്ങളുമായിട്ട് അവർക്ക് സ്പെൻഡ് ചെയ്യണം സമയം, നിങ്ങളെ അവർക്ക് വേണം ലൈഫിൽ, ഇതൊക്കെ അവർക്ക് അറിയാമെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനോ അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി തരാനോ അല്ലെങ്കിൽ ഒരു സെൽഫ് വർത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ തിരിച്ചു പെരുമാറാനോ ഒന്നും ഇവർക്ക് സാധിക്കുന്നില്ല. ഇവർ അതിനൊന്നും കേപ്പബിൾ ആയ വ്യക്തികളായിട്ട് ഇപ്പോഴും കാണുന്നില്ല. ആ ഒരു മെച്യൂരിറ്റി അവർക്ക് ഇപ്പോഴും വന്നിട്ടില്ല. ദേ ആർ സ്റ്റിൽ കൺഫ്യൂസ്ഡ്. അപ്പോൾ ഈ ഒരു ന്യൂ മൂൺ പീരീഡിൽ വന്നിട്ടുള്ള ഒരു ഡ്രാസ്റ്റിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത് അവരൊന്ന് മാറി ചിന്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് നിങ്ങളൊരു ഡീപ്പ് സെപ്പറേഷനിലാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സെപ്പറേഷനിലിരിക്കുന്നത് അവർക്ക് ഒട്ടും ആക്സെപ്റ്റബിളും അല്ല. അവർക്ക് നിങ്ങളുടെ പ്രസൻസ് അവർക്ക് വേണം, എന്നാൽ അവരൊരു കമ്മിറ്റ്മെൻറ്റിന് തയ്യാറുമല്ല. അങ്ങനെ ഒരു എനർജിയിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. എന്ത് കാര്യം ചെയ്തിട്ടും നിങ്ങളുടെ അടുത്തുനിന്ന് പാച്ചപ്പ് ചെയ്ത് ഭയങ്കര ക്ഷമയാണ് നിങ്ങളുടെ അടുത്ത് അവർക്കുള്ളത്. നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായാൽ മതി, പക്ഷെ അതിനുവേണ്ടി അവരിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനോ അവരുടെ ജീവിതത്തിലൊരു മാറ്റം വരുത്താനോ ഒന്നും അവരൊട്ട് തയ്യാറല്ല. അവർക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. അവരെന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നവർക്കറിയില്ല. അവരെന്ത് മാറ്റമാണ് വരുത്തേണ്ടത് എന്നും അവർക്കറിയില്ല. ലിറ്ററലി കൺഫ്യൂസ്ഡ് ആണ് അവർ. ഇതെന്താണ് നിങ്ങൾ അവരെ ഉപേക്ഷിച്ചു പോയത് എന്നാണ് അവർ ചിന്തിക്കുന്നത്. അവരുടെ സൈഡിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായിട്ട് അവർക്ക് മനസ്സിലാവുന്നതേ ഇല്ല എന്നുള്ളതാണ്. ആൻഡ് നമുക്ക് ഫ്യൂച്ചർ ഓഫ് ദിസ് കണക്ഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. 2 കാർഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ദ മജീഷ്യൻ ആൻഡ് പേജ് ഓഫ് സ്വാർഡ്സ്. ഓക്കെ, ഡെഫിനറ്റ്ലി അവർ മാറി ചിന്തിക്കും ആൻഡ് ഒരു റീയൂണിയൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും. ബിക്കോസ് ദേ ആർ ആക്ച്വലി മാനിഫെസ്റ്റിംഗ് എ കമ്മിങ് ബാക്ക്. നിങ്ങളിലേക്കുള്ള തിരിച്ചുവരവാണ് അവർ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അവരിലേക്ക് തിരിച്ചു ചെല്ലുക എന്നുള്ളതാണ് അവർ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും എത്രയും പെട്ടെന്ന്, ഇന്നെങ്കിൽ ഇന്ന്, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. ചെറിയ രീതിയിലൊക്കെ എവിടെയോ ഒരു പ്രശ്നമുണ്ടെന്നൊക്കെ അവർ മാറി ചിന്തിക്കാനായിട്ടും തുടങ്ങുന്നുണ്ട്. എന്നാലും പൂർണ്ണമായിട്ടൊന്നും അവർക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. നമുക്ക് അവരുടെ ഒരു കറണ്ട് എനർജിയും കൂടെ നോക്കാം. അവരുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ള സാഹചര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ദ സൺ. ഈ ഒരു സൺ എനർജി വളരെയധികം സ്ട്രോങ് ആയിട്ട് ഉണ്ട്. ബോട്ടം എനർജിയിലും വന്നിട്ടുണ്ട്. അപ്പം അവർക്ക് ഏതൊക്കെയോ രീതിയിലൊരു സക്സസ് ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതില്ല എന്ന് പറയാൻ പറ്റില്ല. ആൻഡ് ചില വ്യക്തികൾക്ക് ഇവിടെ ഒരു ചൈൽഡ് ബർത്തിൻ്റെ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, അവർ പഠനങ്ങൾ കൂടുതൽ നടത്തുക, ബിസിനസ് സക്സസ് ഉണ്ടാവുക. ലേണിംഗ് കർവാണ് അവർക്കിപ്പോൾ ഉള്ളത്. ഒരു ലേണിംഗ് സ്ട്രോങ്ങർ ആയിട്ട് തന്നെ ഉണ്ടാകുന്നുണ്ട്. 2 കാർഡ് വന്നിട്ടുണ്ട്. എ ന്യൂ ബിഗിനിങ്. ഓക്കെ, കാർമിക് സിറ്റുവേഷനിൽ നിന്ന് അവർക്കൊരു മാറ്റം വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അവർ നിങ്ങളുടെ മെമ്മറീസ് തന്നെയാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. പുതിയ ഒരു കാര്യത്തിലേക്കൊന്നും അവർ കടന്നിട്ടില്ല. ഈവൻ ഒരു പുതിയ റിലേഷൻഷിപ്പിനൊന്നും അവർ താല്പര്യപ്പെടുന്നില്ല. ബിക്കോസ് ഇമോഷണലി അവർ നിങ്ങളുടെ അടുത്ത് സ്റ്റക്കാണ്. ഏസ് ഓഫ് വാൻസ്. എഗെയിൻ അവർ ശരിക്കും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിലുപരിയായിട്ട് നിങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് വശീകരിച്ച് എത്തിക്കണമെന്ന് പോലും ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ബോട്ടം എനർജി, ദേ വെയിറ്റിംഗ് ഫോർ റിവാർഡ്സ് ഇൻ ദെയർ ലൈഫ്. അപ്പോൾ അവരുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ളതൊന്നും റിവാർഡ്സ് ആയിട്ട് അവർക്ക് തോന്നുന്നില്ല എന്നുള്ളതല്ലേ. ദേ സ്റ്റിൽ വെയിറ്റിംഗ്. അപ്പോൾ അവരുടെ ഒരു റിവാർഡായിട്ട് നിങ്ങളെ തന്നെയാണ് അവർ കാണുന്നത്. ഓക്കെ, ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ് നെക്സ്റ്റ്. സോ വാട്ട് സ്റ്റാൻഡ് യു ഷുഡ് ടേക്ക്. നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയും അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്നൊക്കെ ആലോചിച്ചിരുന്നിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ജീവിതത്തിലൊന്നും നേടാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് സ്റ്റാൻഡാണ് ഇപ്പോൾ എടുക്കേണ്ടത് എന്നോട് നമുക്ക് നോക്കാം. ഓക്കെ, 5 ഓഫ് wands. നിങ്ങളുടെ മനസ്സിലെ കോൺഫ്ലിക്റ്റ് അവസാനിപ്പിക്കുക. നിങ്ങളുടെ മനസ്സിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്?
നിങ്ങൾക്ക് ഈ സെപ്പറേഷൻ ഉണ്ടപ്പോൾ നിങ്ങൾക്ക് ഈ സെപ്പറേഷൻ അനുഭവിക്കുമ്പോൾ അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോവുക, അല്ലെങ്കിൽ ഈ സംഭവിച്ചത് ആക്ച്വലി എന്തായിരുന്നു, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു സറണ്ടർ മോഡിൽ ഇരുന്നിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളല്ല നിങ്ങളിന്ന് ചോദിക്കേണ്ടത്. എൻ്റെ ലൈഫ് അല്ലെങ്കിൽ ഈവൻ ദിസ് റിലേഷൻഷിപ്പ് ഇത് മെച്ചപ്പെടുത്താൻ ഞാൻ എന്നിലെന്ത് മാറ്റം വരുത്താൻ സാധിക്കും എന്നുള്ളതാണ് ആക്ച്വലി നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നന്നാവണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അതാണ് നിങ്ങൾ ഈ ഒരു സമയം പ്രവർത്തിക്കേണ്ടത് അല്ലെങ്കിൽ എടുക്കേണ്ടതായിട്ടുള്ള ഒരു സ്റ്റാൻഡ്. ആൻഡ് പേജ് ഓഫ് സ്വാർഡ്സ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ്, ആലോചിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ഓവർ തിങ്കിങ്ങിലേക്ക് വഴിമാറി ഡിപ്രഷനിലേക്ക് വഴിമാറി ഭയങ്കരമായ നിങ്ങളിൽ ഒരു നെഗറ്റിവിറ്റി നിറയ്ക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ്, റൈറ്റ് നൗ സ്റ്റോപ്പ് ഇറ്റ്. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക. വേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ റിലേഷൻഷിപ്പ് മാത്രമല്ല എല്ലാം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പനിങ് ആണ്. അതൊക്കെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. യെസ്, അതായത് നിങ്ങൾക്കൊരു സക്സസ് നേടിയെടുക്കാൻ എങ്ങനെ പറ്റും. സക്സസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സെലിബ്രേഷനാണ്. ആ സക്സസ്സിൽ നിന്നാണ് സെലിബ്രേഷൻ ഉണ്ടാവുക. ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഫ്രണ്ട്സുമായിട്ട് സമയം ചെലവഴിക്കുക, ഹാങ് ഔട്ട് ചെയ്യുക. അതൊക്കെ നിങ്ങൾക്കൊരു റെജുവിനേഷനാണ്. നിങ്ങളിങ്ങനെ വെറുതെ ആലോചിച്ചു കൂട്ടിയിരിക്കുന്ന സമയത്ത് പാമ്പർ യുവർ സെൽഫ് കെയർ ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഫാമിലിയായിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു സമയം വേണ്ട എനർജി എന്ന് പറയുന്നത് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന നിങ്ങളുടെ വൈബിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടുള്ള പ്രസൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു സമയം വേണ്ടത്. ആൻഡ് ഓക്കെ, ടേക്ക് ചാർജ് ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഇവരെക്കുറിച്ചുള്ള തോട്ടാണ് 24/7 മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഹൂ ഈസ് ആക്ച്വലി കൺട്രോളിങ് യുവർ ലൈഫ്? ദേ ആർ കൺട്രോളിങ് യുവർ ലൈഫ്. അപ്പോൾ അതുകൊണ്ട് അത് അവസാനിപ്പിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോള് നിങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ള ഒരു മെസ്സേജും കൂടെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ചെയ്യാൻ മാറ്റി വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങുക. മുഴുവനായിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പകുതിയെങ്കിലും ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു മെസ്സേജ് ഇൻ യുവർ റിലേഷൻഷിപ്പ്. അപ്പോൾ ഇത് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ ചാനലിൻ്റെ മറ്റു വീഡിയോസും ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. സ്പിരിച്വൽ എവല്യൂഷന് വേണ്ടതായിട്ടുള്ള ടോപ്പിക്സാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ റിലേഷൻഷിപ്പ് റീഡിങ് വളരെ കുറവാണ്. അത് ഇടുമോ എന്നൊക്കെ നമുക്ക് കമൻസ് ഒക്കെ വരാറുണ്ട്. അത്യാവശ്യം ഉള്ള സമയത്ത് നമ്മളത് അപ്ഡേറ്റ് ചെയ്ത് തരാറുണ്ട്. എനർജി അപ്ഡേഷൻസ് നിങ്ങൾ അറിയണമെന്ന് വിചാരിക്കുന്ന സമയത്ത്, അല്ലാതെ എന്നും മറ്റൊരാൾ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയേറിയ സമയം തന്നെയാണ് നഷ്ടമാകുന്നത്, പാഴാകുന്നത്. നമ്മൾക്ക് എല്ലാത്തിനും ജീവിതത്തിൽ സ്ഥാനമുണ്ടാവണം. ഒന്നിലേക്ക് മാത്രമായിട്ട് നമ്മുടെ എനർജി ഒതുങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് അറ്റാച്ച്മെൻ്റ് ആണ്. അതിൽ നിന്ന് ഡിവൈനായിട്ട് തന്നെ നമ്മളെ മാറ്റി നിർത്തും. അതുകൊണ്ട് എല്ലാത്തിനും ഒരു ബാലൻസിങ് കൊണ്ടുവരാനും കൂടെ മനഃപൂർവ്വമായിട്ട് മാനസികമായിട്ട് നിങ്ങൾ അതിന് പൊരുത്തപ്പെട്ട് തന്നെ ശ്രമം തുടങ്ങേണ്ടതാണ്, അത്യാവശ്യമാണ്. നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൈഡൻസ് ലഭ്യമാവുന്നതാണ്. നിങ്ങൾക്ക് സൈക്കോളജിക്കൽ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഹീലിംഗ് സെഷൻസ്, ഇമോഷണൽ ട്രോമ ഹീലിംഗ്, ഇന്നർ ചൈൽഡ് ഹീലിംഗ്, സ്പിരിച്വൽ ഹീലിംഗ്സ് ഇതൊക്കെ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ കോഴ്സസ് ആണ്. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.